ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു സ്ഥാനാർത്ഥി നിന്ന് അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇത് കഴിഞ്ഞ കുറേ വർഷമായിട്ടുള്ള അതിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ എനിക്ക് നേരിട്ട് അറിയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പക്ഷെ ആ നാടിന് വേണ്ടി ഒന്നും ചെയ്താൽ എൻ്റെ അറിവിലില്ല. അത് നമുക്ക് പരിശോധിച്ചാൽ അറിയുന്നതാണ്. ഇപ്പോൾ മലപ്പുറത്ത് 2 സ്ഥാനാർത്ഥികളായാലും ജനരോഷം നല്ല രീതിയിൽ പ്രകടനമാണ്. അത് അവരുടെ പ്രകടനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഇടപെടേണ്ട കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഇടപെടേണ്ട ധാരാളം അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ 2 MP-മാരും ലോക്സഭയിലെത്തിയത്. അവർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചായി നമ്മൾ കണ്ടിട്ടില്ല. സിറ്റിസൺ അമെൻമെൻറ്റ് ആക്റ്റമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മൗനം പാലിക്കുന്നൊരു സമീപനമാണ് ഇവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സംസ്ഥാനങ്ങളുടെ അധികാരമായാലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായാലും പൊതു സംവിധാനങ്ങൾക്ക് ഇപ്പോൾ വിലക്കയറ്റമടക്കമുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതിനൊന്നും എതിരെ ഒന്നും സംസാരിക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ 2 ആളുകളെന്നല്ല, ഇവിടെ നിന്നും ജയിച്ചു പോയ 18 UDF MP-മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ജനരോഷം ഉള്ളത് പൊന്നാനിയിലെയും മലപ്പുറത്തെയും MP-മാർക്കാണ്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം വെച്ച് മാറി. കാരണം ഇതിൽ ഞങ്ങൾക്കൊന്നും ഇത് പ്രത്യേകം തോന്നുന്നില്ല. കാരണം ഇതൊരു സ്ഥിരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു സ്ഥലത്ത് മടുക്കുമ്പോൾ മറ്റേ ഭാഗത്ത് വരും, അവിടെ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി പോകേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ ഇത്തവണ കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. നിലവിലുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയം മനസ്സിലാക്കി ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടിലെടുക്കാൻ കഴിയണം. കഴിഞ്ഞ ലോക്സഭയിലൊക്കെ തന്നെ ജനങ്ങളുടെ ശബ്ദമായി വന്നിട്ടുള്ളത് ഇടതുപക്ഷ MP-മാരുടെ ശബ്ദമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പോകാനും കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു കടമ്പയുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇനിയും അത് രൂക്ഷമാകും. അപ്പോൾ അതിനൊക്കെ കെൽപ്പുള്ള ആളുകൾ ലോകസഭയിൽ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണ്. ഈ കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും പരിചയസമ്പന്നരും ജനങ്ങളുമായി ഏറ്റവും ബന്ധമുള്ള ആളുകളെ മാത്രമാണ് ഇത്തവണ നമ്മൾ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ടുള്ളത്. നോക്കൂ, അദ്ദേഹം രാഷ്ട്രീയമായി നല്ല പരിചയമുള്ളൊരു വ്യക്തിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് പദവിയിലിരുന്ന ആളാണ്. അപ്പോൾ ലീഗ് രാഷ്ട്രീയം കൃത്യമായി അറിയാം. ലീഗ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മൈനസ് പോയിൻറ്റും കൃത്യമായി അറിയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അദ്ദേഹം. അത് പൊന്നാനി ജനങ്ങൾ സ്വീകരിക്കും. അതിനെ ശക്തമായി തന്നെ ഇടതുപക്ഷം പിന്തുണയ്ക്കുകയാണ്. കാരണം അദ്ദേഹം ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. തീർച്ചയായും ജനങ്ങൾ സ്വീകരിക്കും. ഇത്തവണ പൊന്നാനിയിൽ മാറ്റമുണ്ടാകും. നോക്കൂ, ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഏത് കാര്യത്തിലാണ് നല്ല രീതിയിലൊരു നയപരമായിട്ടുള്ളൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. അദ്ദേഹം ഒരു 4ാം ക്ലാസ് രാഷ്ട്രീയക്കാരനെ പോലെയാണ് കേരളത്തിൽ അദ്ദേഹം എടുത്തുള്ള മുഴുവൻ തീരുമാനങ്ങൾ. അത് രാഷ്ട്രപതി അടക്കം ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരുത്തലാണ് നിങ്ങൾ ഈ പറയുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനം.